നിങ്ങൾക്ക് വിജയിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദിവസവും ഇത് ചെയ്തിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങളാണല്ലോ. നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറഞ്ഞ മിനിറ്റിലുള്ള വീഡിയോ ആണ്. നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, 5 വക്ത് നിസ്കാരം ഒരിക്കലും കളയരുത്. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. എത്ര പ്രതിസന്ധി വന്നാലും കളയരുത്, നഷ്ടപ്പെടുത്തരുത്. നമ്മൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പോലും നിസ്കരിക്കണമെന്നല്ലേ? റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് അകന്നു പോകുന്നത് വരെ നിസ്കാരം നിർബന്ധമാണല്ലോ. അതിന് പല കിടന്നോ ഇരുന്നോ എങ്ങനെയും നിസ്കരിക്കാം. പിന്നെ രണ്ടാമത്തെ ഒന്ന്, നമ്മൾ നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. അതായത് ഇതിന്റെ അർത്ഥം ഇശാവിന് ശേഷം വിവാദത്തിലായി സമയം ചെലവഴിക്കേണ്ട എന്നല്ല. അനാവശ്യമായി ഭൗതിക സംസാരങ്ങൾ സംസാരിച്ച് സമയം ചെലവഴിക്കരുത് എന്നാണ് മുത്തുനബി അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 2 കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തത് എന്താണ്? സുബ്ഹിക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ ഉറങ്ങരുത്. ഒരു കാരണവശാലും ഉറങ്ങരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ജീവിതത്തിൽ നഷ്ടങ്ങളെന്ന് മാത്രമല്ല, ദാരിദ്ര്യം ഉണ്ടാകാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ, എല്ലാവിധ പ്രയാസങ്ങൾക്കും അത് കാരണമാകും. മുത്തുനബി ഉറങ്ങരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തതോ, ഖുർആനിൽ നിന്ന് ഒരു അല്പമെങ്കിലും ഓതണം. ഒരു അര ജുസ്ഓ, ഒരു ജുസ്ഓ, അല്ലെങ്കിൽ ഒരു 2 പേജെങ്കിലും ഓതണം. 2 പേജെങ്കിലും എന്ന് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത്രയെങ്കിലും ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഖുർആനല്ലേ നമുക്ക് നാളെ ശഫാഅത്തിന് വരാനുള്ളത്? നമുക്ക് ഈ ഖുർആനായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ഖുർആൻ നമുക്ക് ശഫാഅത്തിന് വരും? ഓതിക്കൂടെ നമുക്ക് ഇന്നു മുതൽ? നിങ്ങൾ തയ്യാറല്ലേ? എന്നോടുകൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് 5-മത്തെ എന്താ നോക്കിയാലോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമുക്കെല്ലാം, ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എല്ലാവരേക്കാളും സ്നേഹിക്കേണ്ടത് മുത്തുനബിയെ അല്ലേ? അപ്പൊ ഒരു മുത്തുനബിയുടെ മേലിൽ ഒരു 100 സ്വലാത്ത് നമുക്ക് ചൊല്ലിക്കൂടെ? എല്ലാ ദിവസവും 100 സ്വലാത്ത്. വളരെ കുറഞ്ഞ സമയം, 4-5 മിനിറ്റ് പോരെ സാധാരണ സ്വലാത്താണെങ്കിൽ. ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്കതിന് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഒരുപാട് നന്മകൾ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.